ഇവനാണ് അഷ്തോ. ജപ്പാനിലെ തന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ടാലന്റഡ് ഫുട്ബോൾ പ്ലെയർ. ചെറുപ്പം തൊട്ട് തന്നെ ഫുട്ബോളിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഷ്തോ തന്റെ നാട്ടിലുള്ള ക്ലബിന്റെ കൂടെ ഒരുപാട് മാച്ചസ് കളിക്കുകയും വരാൻ പോകുന്ന റൊണാൾഡോ നസാരിയോയും അല്ലെങ്കിൽ വാൻ ബസ്റ്റനൊക്കെയാണ് താനെന്ന് അഷ്തോ സ്വയമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു. അതായത് തന്റെ കഴിവിൽ അത്രയധികം ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് അഷ്തോ. അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ഒരു ഫോർവേഡായിട്ട് കളിക്കുവാനും അഷ്തോയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ അഷ്തോയുടെ ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഫുട്ബോളിലുള്ള ആ ഒരു മികവ് ഫുക്കുഡ എന്ന് പറയുന്നൊരു കോച്ച് കാണുകയാണ്. ഫുക്കുഡ ആയിക്കൊള്ളട്ടെ ജപ്പാനിലെ തന്നെ ജെ ലീഗിലെ ഒരു മേജർ ടീമിൻ്റെ കോച്ചും കൂടെയാണ്. അതായത് ജപ്പാനിൽ ജെ ലീഗിൽ കളിക്കുന്ന ഒരുപാട് മേജർ ടീംസ് ഉണ്ട്. അതിൽ ടോക്കിയോ സിറ്റി എസ്പെരിയോൺ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഒരു കോച്ചും കൂടെയാണ് ഫുക്കുഡ. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് സ്കൗട്ട് നടത്തി പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നതിനിടയ്ക്കാണ് നമ്മുടെ ഫുക്കുഡ യാദൃശികമായിട്ട് അഷ്തോയെ കാണുന്നത്. അഷ്തോയുടെ ഗംഭീരമായിട്ടുള്ള പ്ലേയിങ് സ്കിൽസ് കണ്ടിട്ട് ടോക്കിയോയിൽ നടക്കാനിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അഷ്തോയെ ഫുക്കുഡ ക്ഷണിക്കുകയാണ്. അതായത് അവിടെ കുറേ പ്ലെയേഴ്സിനെ തങ്ങളുടെ യൂത്ത് ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ടെന്നും നീ വന്ന് ആ ഒരു റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്ത് നിനക്കത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജെ ലീഗ് ടീമിന്റെ യൂത്ത് ടീമിലേക്ക് നിനക്ക് കയറുവാൻ പറ്റും എന്നാണ് നമ്മുടെ ഫുക്കുഡ അഷ്തോയോട് പറഞ്ഞത്. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് അഷ്തോയ്ക്ക് തോന്നിയത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നമ്മുടെ നായകൻ തീരുമാനിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചത്, അതായത് ഈ ഒരു പയ്യന് ടോക്കിയോയിലേക്ക് ചെല്ലുവാൻ സാധിക്കുന്നുണ്ടോ, ഇനി ചെന്നാൽ തന്നെ എങ്ങനെയായിരിക്കും ആ ഒരു വലിയ കടമ്പ കടന്ന ആ പയ്യൻ ആ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. കാരണം തൻ്റെ നാട്ടിലെ പോലത്തെ സാധാരണ കളിയല്ല ടോക്കിയോ സിറ്റി എസ്പെരിയോൺ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ചെന്ന് കളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പ്ലെയർ എങ്ങനെ പോയി അതിനൊക്കെ ഫേസ് ചെയ്യും, എങ്ങനെ ആ ഒരു ടീമിലേക്ക് കയറി പറ്റും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഗംഭീര സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന ആനിമയാണ് അവോആഷി. ഈ ഒരു അടുത്തിറങ്ങിയതിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ആനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ഈ ഒരു ഫുട്ബോൾ കാറ്റഗറിയിൽ നിന്ന് തന്നെ ഇതിന് മുൻപ് വന്നിട്ടുള്ളൊരു ആനിമയാണ് ബ്ലൂ ലോക്ക്. പക്ഷേ ബ്ലൂ ലോക്കിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ ഒരു ഹൈക്യൂൻ്റെയൊക്കെ ഒരു കൈൻഡ് ഓഫ് വൈബ് തരുന്ന ആനിമയാണ് അവോആഷി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ആനിമയെ ത്രൂ ഔട്ട് പല ക്യാരക്ടേഴ്സിനെയും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെയും അവരുടെ ഫാമിലിയെയും കൂടെ കളിക്കുന്ന പ്ലെയേഴ്സിനെയും അങ്ങനെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ലൈഫ് ഫീൽ ചെയ്യത്തക്ക രീതിക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം ബ്ലൂ ലോക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിംപ്ലി കമ്പയർ ചെയ്യാം. ബ്ലൂ ലോക്കിനകത്ത് മൊത്തത്തിൽ നമുക്ക് ഗൂസ് ബംസ് തരാനും അതുപോലെ തന്നെ ആ ഒരു പ്ലെയേഴ്സിൻ്റെ ടാലൻസ് മാത്രം കാണിച്ച് പുറത്തോട്ടുള്ള ലോകത്തിനെ പറ്റി യാതൊരു തരത്തിലുള്ള കണക്ഷനും വെക്കാണ്ടാണ് പോകുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ ഒരു അവോആഷിയിലേക്ക് വരുമ്പോഴത്തേനും കാര്യങ്ങൾ ടോട്ടലി ഡിഫറൻ്റ് ആണ്. അതായത് എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കും ഈ പ്ലെയേഴ്സ് കടന്നു പോകുന്ന സിറ്റുവേഷൻസിനും അവരുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിന് പോലും ഒരുപാട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഫുട്ബോളിനെ പറ്റി വലിയ ധാരണയില്ലാത്ത പല ആൾക്കാർക്കും ഈ ഒരു ആനിമെ കണ്ടതിന് ശേഷം നല്ലൊരു ഐഡിയ കിട്ടും. എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കുന്നത്, ഇതിലെ പല പൊസിഷൻസിൻ്റെ റെലവൻസ് എന്താണ്. പല ആൾക്കാർക്കും ജസ്റ്റ് ഫോർവേഡ് അല്ലെങ്കിൽ സെൻട്രൽ ബാക്കിലുള്ള അല്ലെങ്കിൽ ജി കെ എന്ന് പറയുന്ന കുറച്ച് പ്ലെയേഴ്സിനെ അല്ലാണ്ട് ഇതിനിടയ്ക്ക് കുറച്ച് പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളൊക്കെ വഹിക്കുന്ന ചില പ്ലെയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം സെൻട്രൽ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LB RB എന്നൊക്കെ പറയുന്ന ഈ പൊസിഷൻസിൽ കളിക്കുന്ന പല പ്ലെയേഴ്സിൻ്റെ റെലവൻസ് പല ആൾക്കാർക്കും അറിയത്തില്ല. പക്ഷേ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ പല പ്ലേയിങ് സ്റ്റൈൽസിൻ്റെ പല സ്ട്രാറ്റജീസിനെ പല ഫോർമേഷൻസിനൊക്കെ അങ്ങനെ ഫുട്ബോളിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചുകൊണ്ട് അതിൻ്റെ റെലവൻസ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ആനിമെ മുൻപോട്ട് നീങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ വമ്പൻ ടീമിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോഴത്തേനും അവരുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടെന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഒരു ഗംഭീര ആനിമെ എന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും. നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും, അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ആനിമെ പോകുന്നതെന്ന് പറയും. പക്ഷെ ഒരു സെർട്ടൺ എപ്പിസോഡ് എത്തുമ്പോഴത്തേനും കാര്യങ്ങൾ കുറേ മാറും. അതായത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു രീതിയിലേക്ക് ഈ ഒരു ആനിമയുടെ സ്റ്റോറി ലൈൻ മാറും. നമ്മളെ ശരിക്കും അത് ഞെട്ടിക്കും. പിന്നെ അവിടെ തൊട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് വരും. അങ്ങനെ സീസൺ 1 അവസാനിക്കും. ആൻഡ് എല്ലാവരും സീസൺ 2 വേണ്ടി വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ സീസൺ 2 ഒരു ഗംഭീര സംഭവം ആയിരിക്കുമെന്ന് നമുക്ക് തോന്നത്തക്ക രീതിക്കാണ് സീസൺ 1 കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ക്ലിഫ് ഹാങ്കർ കൊണ്ടാണ് ഇവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് സീസൺ 2. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ആനിമെ ഇതിന് മുൻപ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതായത് നിങ്ങൾക്ക് ഹൈക്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവോആഷി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ പല ആൾക്കാർക്കും ബ്ലൂ ലോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഭയങ്കര ഇല്ലോജിക്കലായിട്ടാണ് ബ്ലൂ ലോക്ക് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും മേ ബി നിങ്ങൾക്ക് ഈ ഒരു അവോആഷിക്ക് ഒരു ട്രൈ കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ ആനിമേഷൻ അത്ര ഗംഭീരമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സം ടൈം ഇതിൻ്റെ ആനിമേഷൻ ഭയങ്കര ഗംഭീരമായിട്ട് തോന്നും. ആൻഡ് സം പോയിൻറ്റ്സ് ഒരു ഓക്കെ മിഡ് എന്നുള്ള രീതിക്കും നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു ആനിമെ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. സോ നിങ്ങൾക്ക് സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന ആനിമയോടൊക്കെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവോആഷിക്കൊരു ട്രൈ കൊടുക്കാം. കാരണം നിങ്ങളെ നിരാശരാക്കാൻ ചാൻസ് വളരെ കുറവാണ്.